ആ ശ്രീകോവിലിൽ കുടികൊണ്ടത്. ആ പച്ചപ്പന്തലിലിരുന്ന് തോറ്റം പാടുമ്പോൾ ഓരോ വാക്കിലും അമ്മയെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ഉണർവ് സ്വീകരിക്കുന്നത് ആ ശ്രീകോവിലിരുന്നു കൊണ്ട് ആ അമ്മ മാത്രമല്ല, അമ്മയിലൊരു അംശമായി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നമ്മളിലേക്ക് ആ ശക്തി കടന്നു വരുന്നുണ്ട്. ഒന്നിങ്ങനെ കണ്ണടച്ചാൽ നമുക്ക് കാണാം അമ്മയുടെ ആ വരവ്. അഗ്നിയായി, സകല സംരക്ഷണത്തിൻ്റെയും ചൂടായി, എല്ലാ തിന്മകൾക്കെതിരെയും ആഞ്ഞടിക്കുന്ന ശക്തിയായി അമ്മ വരുന്നുണ്ട്. നമുക്കുള്ള കാവലാളായി, നമ്മളിലുള്ള തിന്മകളെയെല്ലാം എരിച്ചു കളയുവാൻ ആ അമ്മ വരുന്നുണ്ട്. കണ്ണടച്ചാൽ കാണാം. കണ്ണകിയായിട്ടോ ഭദ്രകാളിയായിട്ടോ ഏതായാലും സംരക്ഷകയാണ് അമ്മ എന്നറിയുക. നശിച്ചു പോയതിനെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഒക്കെ പുനർജീവിപ്പിക്കുവാൻ ശക്തിയുള്ള, പുതുതായി അവതരിപ്പിക്കുവാൻ ശക്തിയുള്ള ഭഗവതി, നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന ആന്തരിക ശക്തിയെ പ്രതിഷ്ഠിക്കുവാൻ കഴിവുള്ള ഭഗവതിയാണ് പുഴ കടന്ന് വന്നത്. ആ പുഴ നമ്മളുടെ ജന്മമാകുന്ന പുഴ തന്നെയാണ്. ആ പുഴയുടെ അപ്പുറത്ത് അനുഗ്രഹത്തിൻ്റെ തീരത്ത് നിന്ന് അമ്മ വരികയാണ്, വരും നാളുകളിൽ നമ്മളെ അനുഗ്രഹിക്കാൻ. അതുകൊണ്ട് പൊങ്കാലയ്ക്കായി തയ്യാറാകുമ്പോൾ, വ്രതനിഷ്ഠരാകുമ്പോൾ ഓർക്കുക, നമുക്ക് നമ്മുടെ ഈ ജീവിതം വിലപ്പെട്ടതാണ് എന്ന്. അത് ഒരു അനുഗ്രഹമാണെന്ന്, ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. സ്ത്രീയായി പിറന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണെന്ന് തിരിച്ചറിയുക. സ്നേഹിക്കുവാനുള്ള, കരുതുവാനുള്ള, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ ചുമതല ഏറ്റുവാങ്ങുവാനുള്ള, അതോടൊപ്പം അനീതിക്കെതിരെ ആഞ്ഞടിക്കുവാൻ ശക്തിയുള്ള അഭിപ്രായങ്ങൾ നന്മയ്ക്ക് വേണ്ടി, ഈ പ്രകൃതിയുടെ നന്മയ്ക്ക് വേണ്ടി ഉറക്കെ പറയുവാൻ കെൽപ്പുള്ള പെണ്ണായി മാറുവാൻ, പെണ്ണെന്ന തീയായി മാറുവാനുള്ള അവസരമാണ് പൊങ്കാല.